ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ വഴിത്തിരിവാകുന്ന ഒരു നിർണായക പ്രഖ്യാപനവുമായി ചെന്നൈയിൽ FC ISL യുഗത്തിൽ ക്ലബിന്റെ പരിശീലക സ്ഥാനം വഹിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ മുൻ ഇന്ത്യൻ താരം ക്ലിഫോർഡ് മിറാണ്ടയെ പുതിയ മുഖ്യ പരിശീലകനായി ചെന്നൈയിൽ FC ഔദ്യോഗികമായി നിയമിച്ചു. 2025 ഒക്ടോബർ 17 വന്ന ഈ പ്രഖ്യാപനം ഇന്ത്യൻ ഫുട്ബോളിലെ പരിശീലക രംഗത്ത് ഒരു പുതിയ അധ്യായനത്തിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിലെ നിരാശാജനകമായ പ്രകടനത്തിന് പിന്നാലെ സ്കോട്ടിഷ് മാനേജർ ഓവൻ കോയൽ ക്ലബ്ബ് വിട്ട സാഹചര്യത്തിലാണ് മിറാണ്ടയ്ക്ക് മുന്നിൽ ചെന്നൈയിൽ FC ഈ നിർണായക ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ISL ആരംഭിച്ചതിന് ശേഷം പ്രമുഖ ക്ലബ്ബുകൾ ഇന്ത്യൻ പരിശീലകരെ മുഖ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെ മടി ശ്രദ്ധേയമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചെന്നൈയിൻ FCയുടെ ഈ തീരുമാനം ചരിത്രപരമായ ഒരു മാറ്റത്തിന് വഴിവെക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ആഴത്തിലുള്ള അറിവും അന്താരാഷ്ട്ര മത്സര പരിചയവും യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ തെളിയിച്ച മികവും ക്ലിഫോർഡ് മിറാണ്ടയുടെ നിയമനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ്. 43 വയസ്സുകാരനായ മിറാണ്ടയ്ക്ക് കളിക്കാരൻ എന്ന നിലയിലും പരിശീലകൻ എന്ന നിലയിലും ഇന്ത്യൻ ഫുട്ബോളിൽ വലിയൊരു അനുഭവ സമ്പത്തുണ്ട്. ഇന്ത്യൻ ദേശീയ ടീമിനായി 45 മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞ ഈ മുൻ മിഡ്ഫീൽഡർ രാജ്യത്തെ എക്കാലത്തെയും മികച്ച പ്ലേ മേക്കർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. കളി ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം തന്റെ കരിയർ പരിശീലക കുപ്പായത്തിലേക്ക് മാറ്റി. ക്ലിഫോർഡ് മിറാണ്ടയുടെ പരിശീലക കരിയറിലെ ഏറ്റവും തിളക്കമുള്ള നേട്ടം 2023 ഒഡീഷ FCക്കൊപ്പമായിരുന്നു. ഒഡീഷ FCയെ സൂപ്പർ കപ്പ് വിജയത്തിലേക്ക് നയിച്ചുകൊണ്ട് ഒരു പ്രധാന ISL യുഗ ട്രോഫി നേടുന്ന ആദ്യ ഇന്ത്യൻ പരിശീലകനായി അദ്ദേഹം മാറി. ഇത് ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകരുടെ ശേഷിയെ ലോകത്തിന് മുന്നിൽ അടിവരയിട്ട് കാണിക്കുന്ന ഒന്നായിരുന്നു. സഹപരിശീലകൻ എന്ന നിലയിലും മിറാണ്ടയുടെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. FC ഗോവ, മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്, മുംബൈ സിറ്റി FC തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ക്ലബ്ബുകളിലെല്ലാം ഇദ്ദേഹം ടീം മാനേജ്മെന്റിലും കളിക്കാരെ മനസ്സിലാക്കുന്നതിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. വിവിധ ക്ലബ്ബുകളിലെ അനുഭവങ്ങൾ ISLന്റെ സമ്മർദ്ദങ്ങളെയും വെല്ലുവിളികളെയും നേരിടാൻ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകി. ISL ചരിത്രത്തിൽ 2 തവണ കിരീടം നേടിയ ക്ലബ്ബാണ് ചെന്നൈയിൻ FC. എന്നാൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ക്ലബ്ബ് സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 2024-25 സീസൺ തീർത്തും നിരാശാജനകമായിരുന്നു. ക്ലബിന്റെ സ്ഥിരതയില്ലായ്മ ആരാധകരെയും മാനേജ്മെന്റിനെയും ഒരുപോലെ അലട്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ ക്ലിഫോർഡ് മിറാണ്ടയെ പോലെ ഇന്ത്യൻ ഫുട്ബോളിന്റെ സ്പന്ദനമറിയുന്ന ഒരു പരിശീലകനെ നിയമിക്കുന്നത് ടീമിന്റെ പുനരുജ്ജീവനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യൻ കളിക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ISL സാഹചര്യങ്ങളെ കുറിച്ചുള്ള തന്ത്രങ്ങൾ എങ്ങനെ മെനയാമെന്നും മിറാണ്ടയ്ക്ക് നന്നായി അറിയാം. കഴിഞ്ഞ സീസണുകളിൽ ക്ലബ്ബ് നേരിട്ട പ്രതിരോധത്തിലെ പിഴവുകളും ആക്രമണത്തിലെ മൂർച്ചയില്ലായ്മയും പരിഹരിക്കാൻ അദ്ദേഹത്തിന്റെ പക്കൽ വ്യക്തമായ പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇന്ത്യൻ യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മിറാണ്ടയുടെ പങ്കും നിർണായകമാണ്. ചെന്നൈയിൻ FC നിരയിലെ യുവ ഇന്ത്യൻ പ്രതിഭകളെ മെച്ചപ്പെടുത്താനും അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും ഈ നിയമനം സഹായകരമാകും. ഒരു ഇന്ത്യൻ താരം തന്നെ പരിശീലക സ്ഥാനത്ത് വരുമ്പോൾ അത് കളിക്കാർക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ടീമിന്റെ മൊത്തത്തിലുള്ള സംസ്കാരത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. ചെന്നൈയിൻ FCക്ക് വിജയങ്ങൾ സമ്മാനിച്ച സ്കോട്ടിഷ് മാനേജർ ഓവൻ കോയലിന്റെ പടിയിറക്കവും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ഊഴത്തിൽ ക്ലബിനെ ഫൈനലിൽ എത്തിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ രണ്ടാം വരവ് അത്ര വിജയകരമല്ല. മോശം പ്രകടനങ്ങൾ തുടർന്നതോടെ ക്ലബ്ബ് മാനേജ്മെന്റ് ഒരു പുതിയ ദിശാബോധത്തിനായി ശ്രമിച്ചു. ഈ സാഹചര്യത്തിലാണ് കോയൽ ക്ലബ്ബ് വിട്ടതും ക്ലിഫോർഡ് മിറാണ്ടയെ നിയമിച്ചതും. ഒരു വിദേശ പരിശീലകനെ മാത്രം ആശ്രയിച്ചിരുന്ന രീതിയിൽ നിന്ന് മാറി ക്ലബിന്റെ ഭാവി ഇന്ത്യൻ പരിശീലകർക്ക് കൂടി കൈമാറാൻ ചെന്നൈയിൻ FC കാണിച്ച ധൈര്യം അഭിനന്ദനാർഹമാണ്. പുതിയ ദൗത്യം ക്ലിഫോർഡ് മിറാണ്ടയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ചെന്നൈയിൻ FCയെ വീണ്ടും ISLന്റെ മുൻനിര ടീമുകളിലേക്ക് എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. മിറാണ്ട ഒരു ഇന്ത്യൻ പരിശീലകനായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ അദ്ദേഹത്തിന്റെ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. ഈ പ്രതീക്ഷയുടെ ഭാരം അദ്ദേഹത്തിന്മേൽ സമ്മർദ്ദം ചെലുത്താനും സാധ്യതയുണ്ട്. ISLൽ വിജയം നേടണമെങ്കിൽ മികച്ച വിദേശ കളികളും അനിവാര്യമാണ്. ക്ലബിന്റെ പുതിയ വിദേശ താരങ്ങളെ ടീം പ്ലാനുമായി എത്രത്തോളം സമന്വയിപ്പിക്കാൻ മിറാണ്ടയ്ക്ക് സാധിക്കുമെന്നത് പ്രധാനമാണ്. പുതിയ സീസൺ ആരംഭിക്കാൻ അധികം സമയമില്ല. ടീമിനെ പുനഃസംഘടിപ്പിക്കാനും കളിക്കാർക്കിടയിൽ ഐക്യം സ്ഥാപിക്കാനും പുതിയ ശൈലികൾ നടപ്പിലാക്കാനും അദ്ദേഹത്തിന് പരിമിതമായ സമയമേ ലഭിക്കൂ. എങ്കിലും ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഒരു സ്വദേശി പരിശീലകന് പ്രമുഖ ക്ലബിന്റെ അമരത്തേക്ക് എത്താൻ സാധിച്ചത് രാജ്യത്തെ യുവ പരിശീലകർക്ക് വലിയ പ്രചോദനമാകും. ഇന്ത്യൻ ഫുട്ബോളിലെ ഈ ചരിത്രപരമായ നിയമനം ചെന്നൈയിൻ FCക്കും ക്ലിഫോർഡ് മിറാണ്ടയുടെ പുതിയ അധ്യായത്തിനും വഴി തുറക്കുന്നു. വരും സീസണിൽ ചെന്നൈയിൻ FC ISLൽ എന്ത് അത്ഭുതമാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെയാണ്
കാത്തിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ലോകം.